റെസിഡ്യൂസ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റെസിഡ്യൂയുടെ ആ ഒരു അർത്ഥം നോക്കുക. റെസിഡ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംതിങ് ദാറ്റ് വിച്ച് റിമെയിൻസ്. അതായത് നമുക്കറിയാലോ, കെമിസ്ട്രിയിലെല്ലാം നമ്മൾ റെസിഡ്യൂ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സംതിങ് ദാറ്റ് വിച്ച് റിമെയിൻസ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഈ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് അനാലിസിസ് ഈ കോംപ്ലക്സ് അനാലിസിസിൽ എന്താണ് റെസിഡ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഒരു സർക്കിൾ കാണാം, അതൊരു റീജിയൻ ആണ്. അതിൻ്റെ ഉള്ളിൽ z=a എന്ന ഒരു പോയിന്റ് ഉണ്ട്. അതൊരു സിംഗുലർ പോയിന്റ് ആണ്. ഓക്കെ, അതായത് f of z is undefined at z=a. z=a എന്ന ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? z=a എന്നുള്ളതൊരു സിംഗുലർ പോയിന്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇന്റഗ്രൽ, ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഓവർ dz എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പം റീജിയൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഞാനിവിടെ z=a എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, അതിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കർവ് നോക്കുക, ഇങ്ങനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് ഇതിലെ കൂടി കയറി ഇതിന് ചുറ്റും ഇങ്ങനെ പോയി ഈ ഒരു രീതിയിലായിരിക്കും ഇവിടെ ഇൻറ്റഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആ റീജിയണിലെ ഇൻറ്റഗ്രൽ നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻറ്റഗ്രൽ f of z dz is equal to 2πi into സിഗ്മ ഓഫ് റെസിഡ്യൂ. RES എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? റെസിഡ്യൂസ് ആണ്. റെസിഡ്യൂ. അപ്പോൾ ഈ റെസിഡ്യൂ ഇതിപ്പോൾ സിംഗുലർ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെയുള്ള റെസിഡ്യൂ. അപ്പം ഓരോ റെസിഡ്യൂയും ഏതാണെന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സിംഗുലർ പോയിന്റുകൾ മൂന്ന് തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 3 തരം സിംഗുലർ പോയിന്റിനും ഉള്ള റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്ന 3 രീതികളിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആയിരിക്കും. അപ്പോൾ അതാണ് റെസിഡ്യൂ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇങ്ങനെ സിംഗുലർ പോയിന്റുകളുള്ള ഫംഗ്ഷൻസിന്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഈ റെസിഡ്യൂ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ. ഇനി അടുത്തത്, ഹൗ ടു ഫൈൻഡ് റെസിഡ്യൂ ഓഫ് f of z at z=a. എങ്ങനെയാണ് ഈ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ സിംഗുലാരിറ്റീസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ മെത്തേഡ് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഏതായിരുന്നു? എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of z-ന് ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് ഉള്ളതെങ്കിൽ, z-ന് ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് അതിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണ്. ഉദാഹരണത്തിന് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഏതാണ്? ഈ ഒരു ഫംഗ്ഷൻ e⁻1/z-a. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? e⁻1/z-a is equal to 1 plus 1/z-a plus 1/2 factorial into z-a the whole square plus etc. അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ, ഈ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് നോക്കുക. ഈ എഴുതിയിരിക്കുന്ന മീനിങ് RES എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് f of z എഴുതിയിട്ടുണ്ട്, പിന്നെ z=a. അതായത് ഇതിൻ്റെ അർത്ഥം റെസിഡ്യൂ ഓഫ് f of z at z=a. അതായത് a എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എടുത്ത കേസിലെ സിംഗുലർ പോയിന്റ്. അപ്പോൾ ഒന്നിലധികം സിംഗുലർ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് റെസിഡ്യൂസ് നമുക്ക് കിട്ടും. 2 സിംഗുലർ പോയിന്റ് ഉണ്ടെങ്കിൽ 2 റെസിഡ്യൂ നമുക്ക് അവിടെ ലഭിക്കും. 3 ഉണ്ടെങ്കിൽ 3 കിട്ടും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ z=a എന്ന ആ ഒരു പോയിന്റിലുള്ള റെസിഡ്യൂ, z=a എന്ന പോയിന്റിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റീസ് ആണ് നമുക്കുള്ളതെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് 1/z-a കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും അതായത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉള്ള തരം കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ റെസിഡ്യൂ വരുന്നത്. അപ്പം നോക്കുക, ഇവിടുത്തെ z-a ഇതാണല്ലോ, z-a ഇതാണ്. ഇതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. ദെർഫോർ ഇൻ ദിസ് എക്സാമ്പിൾ റെസിഡ്യൂയുടെ വാല്യൂ എത്രയാണ്? 1 ആണെന്ന് കിട്ടി. ഈ രീതിയിലാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റീസിന്റെ
റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം 1/z-a കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് എഫ് ഓഫ് സെഡ് ഹാവ് പോൾ ഓഫ് ഓർഡർ. അന്നേരം രണ്ടാമത്തെ പോൾ ഓഫ് ഓർഡർ കേസിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്. അതായത് പോൾ ഓഫ് ഓർഡർ എത്തരത്തിലുള്ള ഒരു റെസിഡ്യൂ ആണെന്നുള്ള എത്തരത്തിലുള്ള സിംഗുലാരിറ്റി ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് പവറുകൾ അതിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ പോൾ ഓഫ് ഓർഡർ ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നോക്കുക. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ z-1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു z-2 എന്ന ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സിംഗുലാരിറ്റീസ് സെഡിന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ അതൊരു സിംഗുലർ പോയിന്റ് ആണ്. സെഡിന്റെ വാല്യൂ 2 ആയി കഴിഞ്ഞാൽ അതും ഒരു സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ z ഈക്വൽ ടു 1 എന്നുള്ളത് പോൾ ഓഫ് ഓർഡർ ആണ്. പോൾ ഓഫ് ഓർഡർ ഓഫ് 2. ഈ പോൾ ഓഫ് ഓർഡറിനെ n വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാവേ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോൾ ഓഫ് ഓർഡറിനെ നമുക്ക് n വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. n വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. പോൾ ഓഫ് ഓർഡറിനെ n വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഇനി താഴെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, അവിടെ n ആവശ്യമായിട്ട് വരും. ഇപ്പം z ഈക്വൽ ടു 2 എന്ന ആ ഒരു സിംഗുലർ പോയിന്റിന്റെ പോൾ ഓഫ് ഓർഡർ 1 ആണ്. ഇപ്പൊ z ഈക്വൽ ടു 2 വരുമ്പോൾ നോക്കുക, ഒരു പവർ 1 ആണ്, ഇതിന്റെ പവർ 2 ആണ്. therefore പോൾ ഓഫ് ഓർഡർ എന്ന് പറയുന്നത് പവർ ആണല്ലോ. ഇനി ഇതിന്റെ റെസിഡ്യൂയുടെ ഇക്വേഷൻ നോക്കാം. അതായത് പോൾ ഓഫ് ഓർഡർ ആണ് വരുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷനുകളുടെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ n-1 ദി ഹോൾ ഫാക്ടോറിയൽ. n എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ ആണ്. നേരത്തെ ഞാൻ ഇവിടെ എഴുതിയ n, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് പോൾ ഓഫ് ഓർഡറിനെ n എന്ന് റെപ്രസെന്റ് ചെയ്യാം. n-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻഡ് ടു a. എന്ന് പറയുന്നത് സിംഗുലർ പോയിന്റ് ആണ്. d പവർ n-1 ബൈ d z പവർ n-1. n എന്ന് പറയുന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ ആണ്. ഇൻറ്റു അതായത് ഡെറിവേറ്റീവ് ആണിത്. ഓക്കെ, z-a ദി ഹോൾ പവർ n ഇൻറ്റു എഫ് ഓഫ് സെഡ്. അപ്പം എ എന്ന് പറയുന്നത് സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? പോൾ ഓഫ് ഓർഡർ അത്തരം പ്രോബ്ലംസിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു കേസ് നമുക്ക് നോക്കാം. അപ്പം എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1/n-1 പകരം 1-1 0 ഫാക്ടോറിയൽ 1 ഇൻറ്റു ലിമിറ്റ് z ഇൻറ്റു എ. കാരണം ഡെറിവേറ്റീവ് അവിടെ d പവർ n-1 ബൈ d z പവർ n-1 എന്നാണല്ലോ. അപ്പം എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ d പവർ 0 ബൈ d z പവർ 0 എന്ന് വരും. ഇത് 0 ആണ്. അപ്പോൾ അവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്തത് രണ്ടാമത്തേത് എന്നിന്റെ വാല്യൂ 2 ആവുന്ന കേസിൽ നോക്കുക. 1/2-1 അതായത് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z മൈനസ് എ ഇൻറ്റു ഇവിടെ ഒരു d/d, അതായത് d/dz എന്ന് കൂടി ഇവിടെ വരണം കേട്ടോ. ഞാനത് എഴുതിയിട്ടില്ല. ലിമിറ്റ് d/dz കൂടി ഉണ്ട്. z മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ രീതിയിലാണ് ഇത്തരം റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോൾ ഓഫ് ഓർഡറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തൊട്ട് മുന്നേ ഞാൻ കാണിച്ചത് ആ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഇനി അടുത്തത് ട്രിക്ക് ടു ഫൈൻഡ് ദി റെസിഡ്യൂസ് ഓഫ് സിമ്പിൾ പോൾ. സിമ്പിൾ പോൾ എന്ന് പറയുന്നത് എന്താണ്? എന്നിന്റെ വാല്യൂ 1 വരുമ്പോഴാണ് സിമ്പിൾ പോൾ ആവുന്നത്. ഓക്കെ, അത് ഇവിടെ പറയുന്നുണ്ട്. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു എ എന്നുള്ളത് എന്താണ്? ലിമിറ്റ് z ടെൻഡ് ടു a z മൈനസ് എ എഫ് ഓഫ് സെഡ്. കാരണം ഇതിപ്പോൾ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ നേരത്തെ ഞാൻ എഴുതി കാണിച്ചായിരുന്നു. എന്തായിരുന്നു? d(n-1 ബൈ dz പവർ n-1 എന്നുള്ളത് എന്തായി മാറും? d പവർ 0 ബൈ dz പവർ 0. അതായത് ഡെറിവേറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇല്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ഇല്ല. ഇൻറ്റു z മൈനസ് എ ഹോൾ പവർ n എന്നുണ്ട്. എന്നിന്റെ വാല്യൂ ഇവിടെ 1 ആണ്, അതുകൊണ്ട് അതും എഴുതണ്ട. ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുരുക്കി പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇഫ് ദ പോൾ ഈസ് സിമ്പിൾ പോൾ.
അത് പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ വലിയ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് അത്രേ ഉള്ളൂ. ഇനി ഉള്ളത് ഓക്കെ, യൂസ് ദിസ് ഫോർമുല വെൻ ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ ഫോർമുല നമുക്ക് ഡിനോമിനേറ്ററിൽ ഫാക്ടറുകൾ ഉണ്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വരുന്ന ടേംസ് ആണ്. അപ്പം ഇത്തരം ടേംസ് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതി, മുകളിൽ പറഞ്ഞ രീതി ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, സെഡിന്റെ വാല്യൂ 1, അതേപോലെ സെഡിന്റെ വാല്യൂ 2. ഒരു സിമ്പിൾ പോൾ ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ പോയിന്റ്. സിമ്പിൾ പോൾ ആണെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് മുന്നേ മുകളിൽ പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 2 പോളുകളുണ്ട്, അതായത് 2 സിമ്പിൾ പോളുകളുണ്ട്. സോ 2 റെസിഡ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 സിംഗുലർ പോയിന്റ്, സോ 2 റെസിഡ്യൂസ്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 1. സെഡ് ഈക്വൽ ടു 1 എന്ന പോയിന്റിലുള്ള ആ സിംഗുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ലിമിറ്റ് സെഡ് ടെൻഡ് ടു 1 സെഡ് മൈനസ് 1 ഇൻറ്റു, ഇവിടെ ഞാൻ മറ്റേ 1/n-1 ഫാക്ടോറിയൽ ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. z-1 ഇൻറ്റു z/z-1 ഇൻറ്റു z-2. അപ്പോൾ ഇവിടെ ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് എഴുതുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഒരു വാല്യൂ കിട്ടുന്നു, -1 എന്നുള്ളൊരു വാല്യൂ കിട്ടി. അതേപോലെ ഇവിടെ രണ്ടാമത്തെ കേസ് നോക്കുക, അതായത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2. സെഡ് ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള റെസിഡ്യൂ എത്രയാണെന്നുള്ളത് ലിമിറ്റ് z-10 to 2 z-2 ഇൻറ്റു z. അപ്പം ഇവിടെ z-2ഉം ഇവിടുത്തെ z-2ഉം ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് z/z-1 ആണ്. സോ ലിമിറ്റ് z-10 to 2 z/z-1, z-ന് 2 കൊടുക്കുന്നു, അപ്പോൾ 2/1 2. അപ്പം ആ ഒരു വാല്യൂവും കിട്ടി. അപ്പം ഇങ്ങനെ 2 റെസിഡ്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇനി ഈ മുകളിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2πi ഇൻറ്റു ഈ റെസിഡ്യൂസിന്റെ സമ്മ് -1 + 2 എന്ത് വരും? 2πi എന്ന് തന്നെ വരും. അപ്പം ആ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഓക്കെ, ഇനി വേറൊരു കേസ് നോക്കാം. അതായത് ഈ പോൾ ഓഫ് ഓർഡറിന്റെ ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് പോളിനോമിയൽ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ പോളിനോമിയൽ അതല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകൾ നമ്മുടെ ഈ വരുന്ന ഫംഗ്ഷനോ, അതായത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സംതിങ് ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ പോലെ പോളിനോമിയൽ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷനുകളാണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. ഇപ്പോൾ സെഡ് ഈക്വൽ ടു എ എന്നുള്ളത് സിമ്പിൾ പോൾ ആണെങ്കിൽ, സിമ്പിൾ പോളിന്റെ കേസ് ആയിരിക്കണം അത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അറ്റ് സെഡ് ഈക്വൽ ടു എ. അതായത് ന്യൂമറേറ്റർ അതേപോലെ എഴുതുക, അതായത് ഇത് ഈ പറഞ്ഞ ന്യൂമറേറ്റർ എഴുതുക, താഴെ വന്നിരിക്കുന്ന ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ ആവാം. അപ്പോൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് വേണം ഇവിടെ എഴുതാനായിട്ട്. അപ്പോൾ ഡെറിവേറ്റീവ് എഴുതുക, എന്നിട്ട് ആ കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷനിൽ സെഡ് ഈക്വൽ ടു എ എന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഫംഗ്ഷന്റെ റെസിഡ്യൂ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക. കോട്ട് സെഡ് എന്നൊരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. കോട്ട് സെഡിനെ കോസ് സെഡ് ഡിവൈഡഡ് ബൈ സൈൻ സെഡ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് സെഡ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? സൈൻ 0 0. അപ്പം ഇവിടെ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു സിംഗുലർ പോയിന്റ് ആണ്, അല്ലെ? സിംഗുലർ പോയിന്റ് ആണ്. മാത്രമല്ല ഇതൊരു സിമ്പിൾ പോൾ ആണ്, ഒരൊറ്റ സിംഗുലർ പോയിന്റ് മാത്രമേ ഉള്ളൂ, സിമ്പിൾ പോൾ ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നേരത്തെ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കാം, അതായത് കോസ് സെഡ് ഡിവൈഡഡ് ബൈ സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് സെഡ് ആണ്. അറ്റ് സെഡ് ഈക്വൽ ടു സിംഗുലർ പോയിന്റ് എത്രയാണ്? 0 ആണ്. ഇത് ഓൾറെഡി 1 ആണ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, 1 എന്നുള്ള കാര്യം. therefore residue f of z at z equal to pi is equal to cos z by cos z, z equal to pi is equal to cos pi by cos pi, which is equal to 1. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നൊരു ഫംഗ്ഷനാണ്. ഇനി അതിന്റെ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, therefore സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ, സെഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ. അപ്പോൾ നോക്കുക, രണ്ട് സിംഗുലർ പോയിന്റ് ഉണ്ട്. സെഡിന് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്, ഒന്ന് പ്ലസ് എയും മറ്റേത് മൈനസ് എയും. അപ്പോൾ ഈ രണ്ട് സിംഗുലർ പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അടുത്തത് ഓക്കെ, ലെറ്റ് സെഡ് ഈക്വൽ ടു പ്ലസ് എ, അതായത് ആദ്യത്തെ കേസ് എടുക്കുന്നു. സെഡ് ഈക്വൽ ടു പ്ലസ് എ എന്ന കേസ് എടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നു. കാരണം ഇത് സിമ്പിൾ പോൾ ആണ്. therefore ലിമിറ്റ് z ടെൻഡ് ടു a z മൈനസ് എ ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണല്ലോ. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ ഇവിടുത്തെ സെഡ് മൈനസ് എയും ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള സെഡ് ബൈ സെഡ് പ്ലസ് എ ആണ്. സെഡിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം എ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തത് ലെറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് എ, രണ്ടാമത്തെ കേസ് ഇട്ട് കൊടുക്കുന്നു. അതും ഇതേപോലെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ സെഡ് പ്ലസ് എയും ഇവിടെ സെഡ് പ്ലസ് എയും ക്യാൻസൽ ആയി പോകും. സെഡ് ബൈ സെഡ് മൈനസ് എ, ഇവിടെ മൈനസ് എ ആണ്, എ ബൈ മൈനസ് 2a, എ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് മൈനസ് 1/2, ഇവിടെ ഇവിടെ എയും എയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ആ രീതിയിലാണ് ഇത്തരം പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് ചോദ്യം എന്താണ്? ഫൈൻഡ് ദി റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗുലർ പോയിന്റുകൾ ഏതൊക്കെയാണ്? സെഡിന്റെ വാല്യൂ 1, അതേപോലെ സെഡിന്റെ വാല്യൂ 2യും. അതാണ് ഇതിന്റെ സിംഗുലർ പോയിന്റുകൾ, അത് എഴുതിയിട്ടുണ്ട്. ഇനി സെഡ് ഈക്വൽ ടു 1 എന്നത് എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ്. സെഡ് ഈക്വൽ ടു 1ന്റെ പവർ 2 ആണ്, therefore പോൾ ഓഫ് ഓർഡർ 2 ആണ്. അതേപോലെ സെഡ് ഈസ് ഈക്വൽ ടു 2 എന്നുള്ളത് പോൾ ഓഫ് ഓർഡർ 1 ആണ്, ഇതിന്റെ പവർ 1 ആണ്, therefore ഇത് പോൾ ഓഫ് ഓർഡർ 1 ആണ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും റെസിഡ്യൂ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഇത് നോക്കാം. സെഡ് ഈക്വൽ ടു 1 എന്നുള്ളത് പോൾ ഓഫ് ഓർഡർ 2 ആണ്, ഇത് പോൾ ഓഫ് ഓർഡർ 1 ആണ്. അപ്പോൾ ഇതെന്താണ്? സിമ്പിൾ പോൾ ആണ്. ഇത് സിമ്പിൾ പോൾ ആണ്. ഓക്കെ, സിമ്പിൾ പോൾ ആണ്. അപ്പം ഇനി ബാക്കി പ്രോബ്ലം നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പം സെഡ് ഈക്വൽ ടു 1 എന്നുള്ള കേസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം സെഡ് ഈക്വൽ ടു 1 വരുമ്പോൾ അവിടെ വരുന്ന റെസിഡ്യൂയുടെ കേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റെസിഡ്യൂയുടെ ഇക്വേഷൻ എന്തായിരുന്നു? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു, സോറി ഇവിടെ 1 ആണ്. ഓക്കെ, സെഡ് ഈക്വൽ ടു 1, അതായത് 2 എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അല്ലെങ്കിൽ ഓക്കെ, സെഡ് ഈക്വൽ ടു 1 എന്നുള്ള കേസ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1ൽ പോൾ ഓഫ് ഓർഡർ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ലിമിറ്റ് 1/2 മൈനസ് 1 ഇൻറ്റു അത് ആ ഫാക്ടോറിയൽ, അതായത് 1 തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ പോൾ ഓഫ് ഓർഡർ 3 ആണെങ്കിൽ ഇതിന് സിഗ്നിഫിക്കൻസ് വരത്തുള്ളൂ. ഇൻറ്റു ലിമിറ്റ് സെഡ് ടെൻഡ് ടു 1, അതേപോലെ ഡി ബൈ ഡി സെഡ് ഓഫ്, കാരണം 2 ആണല്ലോ, 2 മൈനസ് 1/2 മൈനസ് 1 വരും, ഇൻറ്റു ഇനി ചെയ്യേണ്ടത് സെഡ് മൈനസ് എ എന്നുള്ളതാണ്. സെഡ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്നാണ്. എഫ് ഓഫ് സെഡ് ഇവിടെ എന്തുവാണ്? സെഡ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് 2 എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്ക്വയർ കൂടി ഉണ്ട്. സെഡ് മൈനസ് 1 സെഡ് മൈനസ് എ ദി ഹോൾ പവർ എൻ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്നാണ്. ഓക്കെ, അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്, അത് മറക്കരുത്. അപ്പോൾ ഇവിടെ നോക്കുക, സെഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയറും അതേപോലെ സെഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 2 എന്ന ടേം മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇതിനെ ചുരുക്കി ലിമിറ്റ് സെഡ് ടെൻഡ് ടു 1 ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഡി ബൈ ഡി ഇസഡ് ഓഫ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതാണ് ഇനി അടുത്ത ജോലി. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻഡ് ടു 1 ഡി ബൈ ഡി ഇസഡ് ഓഫ് സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 2. ഇതിവിടെ നമ്മൾ മറ്റേ റേഷ്യോ വെച്ചിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പം 2z ഇൻറ്റു സെഡ് മൈനസ് 2, അതായത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ്
ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്റർ z മൈനസ് 2 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണല്ലോ വരുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ z മൈനസ് 2ൻ്റെ സ്ക്വയർ എഴുതാം. ഇനി ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ? കുഴപ്പമില്ല, ലിമിറ്റ് നമുക്കിനി അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 times 1 2 into 1 minus 2 minus 1 divided by 1 minus 2 the whole square. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 into minus 1 divided by minus 1 the whole square which is equal to minus 3 അല്ലേ? -3 ആയിരിക്കും വരുന്നത്. അപ്പം നോക്കുക, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു നമ്മൾ 1 ആയിരുന്നു ചെയ്തത്. എത്രയാണ് വന്നത്? -3 ആണ്. ഓക്കെ, അപ്പം -3 കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത സെഡ് വാല്യൂവിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കണം. അടുത്ത സെഡ് വാല്യൂ എന്തുവായിരുന്നു? സെഡ് ഈക്വൽ ടു 1 ആയിരുന്നു, 2 ആയിരുന്നു. 2 സിമ്പിൾ പോൾ അല്ലേ? അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2 എന്നുള്ളത് ചെയ്യുമ്പോൾ അവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണല്ലോ. അപ്പോൾ ആ സിമ്പിൾ പോളിൻ്റെ കേസ് ഇട്ട് കൊടുത്താൽ മതി. സോ ലിമിറ്റ് z ടെൻഡ് ടു 2 z മൈനസ് 2 ഇൻറ്റു z സ്ക്വയർ ഡിവൈഡഡ് ബൈ z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു z മൈനസ് 2. ഇവിടുത്തെ z മൈനസ് 2യും ഇവിടുത്തെ z മൈനസ് 2യും ക്യാൻസലായി പോകും. ബാക്കി z സ്ക്വയർ ബൈ 2 മൈനസ് 1 ദി ഹോൾ സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് വേണമെങ്കിൽ അതിനകത്ത് കൂടി ഒന്ന് എഴുതാം സ്റ്റെപ്പ്. 2 z സ്ക്വയർ ബൈ z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ z-ന് 2 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ കിട്ടി. അതായത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ എത്രയാണ്? 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നേരത്തെ വാല്യൂ എത്രയാണ് വന്നത്? റെസിഡ്യൂയുടെ വാല്യൂ വന്നത് -3 ആയിരുന്നു, ഇവിടെ വന്നത് 4 ആണ്. അപ്പം 2 റെസിഡ്യൂ വാല്യൂസ് നമുക്കിപ്പോൾ കിട്ടി. ഇങ്ങനെയാണ് റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് പ്രോബ്ലംസ്, ഈ ഒരു സെയിം രീതിയിൽ ചെയ്യാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരാം. ഇപ്പോൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഹോംവർക്ക് ഒന്നാമത്തത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2. പിന്നെ ഓക്കെ, ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ ചെയ്യുക. ബാക്കി പ്രോബ്ലംസ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം.